ലോകം മുഴുവൻ സിറിയയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സിറിയയുടെ ഭരണമാറ്റത്തിന് കാരണമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന 42-കാരൻ്റെ പൂർവ്വകാല വിശേഷങ്ങൾ പലരും ചികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊടും ഭീകരനെന്ന് പേരിട്ട് അമേരിക്ക തലക്ക് $1 കോടി ഇനാം പ്രഖ്യാപിച്ച കുറ്റവാളി. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കുറച്ചുകാലമായി ഭീകരവാദത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാശ്ചാത്യ ശക്തികളും ഇസ്ലാമോഫോബിക് മാധ്യമങ്ങളും എടുത്തുകാട്ടുന്ന അൽ ഖായിദയുടെയും IS-ൻ്റെയും അമരക്കാരൻ. IS സ്ഥാപിച്ച് മുസ്ലിങ്ങൾക്കെതിരെ തന്നെ ആക്രമണങ്ങളുടെ പരമ്പര തീർത്ത അബൂബക്കർ അൽ ബഗ്ദാദിയുടെ അടുത്ത അനുയായി. ഇങ്ങനെ പോകുന്നു സിറിയയിൽ ഭരണമാറ്റത്തിന് കാരണമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അബു മുഹമ്മദ് അൽ ജുലാനി എന്ന 42-കാരൻ്റെ പൂർവ്വകാല വിശേഷണങ്ങൾ. 2016 വരെ മുഖം മറച്ച് മാത്രം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ജുലാനി ഇപ്പോൾ പക്ഷേ അത്തരക്കാരനൊന്നുമല്ലെന്നാണ് വെപ്പ്. അല്ലെങ്കിലും ഭീകരതയുടെ മുദ്ര ചാർത്തപ്പെടുന്ന പലരും പച്ചപ്പാവങ്ങളായിരുന്നുവെന്ന് വളരെ വൈകിയാണല്ലോ തിരിച്ചറിയപ്പെടാറുള്ളത്. ഏതായാലും ജുലാനി സത്യത്തിൽ ആരാണെന്ന് നാം കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്ക $1 കോടി പ്രഖ്യാപിച്ച് കൊല്ലാൻ ഉത്തരവിട്ട ഒരാളെ പിന്നീട് വെളുപ്പിച്ച് വിട്ടെന്ന് കേൾക്കുമ്പോൾ അതിലെന്തോ ഒരു അസാരസ്യം മണക്കാതിരിക്കാൻ തരമില്ലല്ലോ. വിജയ ശ്രീലാളിതനായി ജുലാനി സിറിയയുടെ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ തന്നെ സംബന്ധിച്ച് അതിവൈകാരികമായി ബന്ധമുള്ള ഗോലാൻ കുന്നുകളിൽ പോലും ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രം അധിനിവേശം നടത്തിയത് കണ്ടിട്ടും കാണാത്ത പോലെ ഇരുന്ന ജുലാനിയെ കാണുമ്പോൾ സംശയം ഏതു വഴിക്കും നീങ്ങാവുന്നതാണ്. ഗോലാൻ കുന്നുമായുള്ള തന്റെ വൈകാരിക അടുപ്പവും 1967 ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ അധിനിവേശം നടത്തിയതിനാലാണ് തന്റെ വല്യുപ്പക്കും കുടുംബത്തിനും അവിടം വിട്ട് പോരേണ്ടി വന്നതെന്നുമടക്കം ജുലാനി തന്നെ പലവട്ടം പറഞ്ഞതാണ്. എന്തിനധികം തന്റെ പേര് ഗോലാൻ കുന്നുകളിലെ തന്റെ കുടുംബ പേരുകളെ സൂചിപ്പിക്കുന്നതാണെന്ന് പോലും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടുന്ന സിറിയൻ പ്രദേശം തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ആ നിമിഷം അവിടേക്ക് ഇസ്രായേൽ സൈന്യം അധിനിവേശം നടത്തിയപ്പോൾ ഈ വാക്കസർത്തുകളൊന്നും നമുക്ക് കേൾക്കാനായില്ല. ദമസ്കസിൽ പോലും ഇസ്രായേൽ അന്യായമായ ആക്രമണം നടത്തിയപ്പോഴും മൗനിയായിരുന്നു ജുലാനി. സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെ ആക്രമണത്തെ അപലപിച്ചതിന് പിന്നാലെയാണ് ജുലാനി മൗനം വെടിഞ്ഞത്. ഗോലാൻ കുന്നുകളിൽ ഇസ്രായേൽ എല്ലാ സീമകളും ലംഘിച്ചെങ്കിലും ആഭ്യന്തര യുദ്ധത്തിൽ തളർന്ന സിറിയക്ക് ഇസ്രായേലുമായി യുദ്ധത്തിന് താല്പര്യമില്ലെന്നായിരുന്നു ജുലാനിയുടെ പ്രതികരണം. സിറിയയും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. പക്ഷേ വർഷങ്ങളോളം നടന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ ക്ഷീണം പുതിയ യുദ്ധത്തിന് ഞങ്ങളെ അനുവദിക്കുന്നില്ല. എന്നാൽ പ്രദേശത്തെ ഇറാന്റെ സ്വാധീനം അപകടകരമായിരുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം അതില്ലാതാക്കാൻ സാധിച്ചതിൽ ആശ്വാസം കൊള്ളുകയും ചെയ്തു. സിറിയയുടെ സ്ഥിരതക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്നും ജുലാനി പറഞ്ഞു. ഇപ്പറഞ്ഞതിലും കാര്യമുണ്ട്. അത്രമേൽ ആഭ്യന്തര യുദ്ധത്തിൽ തകർന്നിരിക്കുകയാണ് സിറിയ. പക്ഷേ തങ്ങളുടെ സ്വന്തം ഭൂപ്രദേശങ്ങൾ കീഴടക്കി അധിനിവേശം നടത്തുന്ന ഇസ്രായേൽ ഭീകരതയോട് അരുതെന്ന് പറയാൻ ഇതൊന്നും തടസ്സമല്ലല്ലോ. തങ്ങളുടെ അഖണ്ഡതയും ഭൂപ്രദേശവും സംരക്ഷിക്കലും അതിനായി നിലകൊള്ളലും ഏതൊരു രാജ്യത്തിന്റെ തലവനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനവുമാണ്. ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത വിധമാണ് കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ജുലാനി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ജുലാനി അധികാരം പിടിച്ചെടുത്തതിന് ശേഷം സിറിയയുടെ തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഒരു രാജ്യമെന്ന നിലയിൽ സിറിയയുടെ സുരക്ഷിതത്വത്തിന് നിർബന്ധമായും സൂക്ഷിച്ചിരിക്കേണ്ട ആയുധപ്പുരകൾ ഓരോന്നും ഇസ്രായേൽ നാമാവശേഷമാക്കി. ഗോലാൻ കുന്നുകളിലെ ബഫർ സോൺ ഉൾപ്പെടെ സ്വന്തം നിയന്ത്രണത്തിലാക്കി ഇസ്രായേൽ ഗോലാനിലെ ഏറ്റവും ഉയരമുള്ള മലയുൾപ്പെടെ പിടിച്ചെടുത്തു പതാക നാട്ടുകയും ചെയ്തു. ഇതിനോടെല്ലാം ഒരു രാജ്യത്തിന്റെ പ്രതീക്ഷയായി ജനം ഉറ്റുനോക്കുന്നയാളുടെ പ്രതികരണം മൗനത്തിലൊതുങ്ങുമ്പോൾ സിറിയയിലെ ലദാഖിയ പ്രദേശത്ത് അസദ് ഭരണ അനുകൂലികളെ നേരിടാൻ സൈന്യത്തെ അയക്കാൻ ജുലാനി മറന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇറാഖിൽ IS നടത്തിയ കൂട്ടനശീകരണ പ്രവർത്തനങ്ങൾ ആരെ സഹായിക്കാനായിരുന്നുവെന്ന സംശയവും സിറിയ എന്ന രാജ്യത്തിന്റെ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമായ ആയുധശേഖരങ്ങൾ ഓരോന്നും തകർക്കാൻ കൂട്ടുനിൽക്കുന്നെന്ന് തോന്നും വിധമുള്ള പുതിയ സിറിയൻ ഭരണ നേതൃത്വത്തിന്റെ പ്രവർത്തനവും ഒരേ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാൽ അതിനെ കുറ്റം പറയാനാവാത്ത വിധമാണ് നിലവിലെ കാര്യങ്ങൾ. സിറിയയിലെ ബഷാർ അൽ അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദിന്റെ ഭരണകാലത്ത് ജയിലിലടക്കപ്പെടുകയും പിന്നീട് സൗദിയിൽ അഭയം തേടുകയും ചെയ്ത അറബ് ദേശീയവാദിയായ ഹുസൈൻ അൽ ഷറായുടെ മകനായി 1982 സൗദിയിലെ റിയാദിലാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് വിളിപ്പേരുള്ള അഹമ്മദ് ഹുസൈൻ അൽ ഷറായുടെ ജനനം. പെട്രോളിയം എഞ്ചിനീയറും സിറിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടിയായിരുന്ന പിതാവ് ഹുസൈൻ അൽ ഷറ 1946 ഗോലാൻ കുന്നിലെ ഫിഖിലാണ് ജനിച്ചത്. പ്രദേശത്തെ വലിയ ഭൂവുടമകളായിരുന്നു ഷെറയുടെ പിതാവിന്റെ കുടുംബം. ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് 1967 അധിനിവേശക്കാരായ ജൂതന്മാർ അവിടെ നിന്ന് കുടിയിറക്കപ്പെടുകയായിരുന്നു. ഭൂമിയെല്ലാം ഇസ്രായേൽ കയ്യേറി.
ഫ്രഞ്ച് കോളനിവൽക്കരണത്തിനെതിരെ പോരാടിയതിന്റെ ചരിത്രം കൂടിയുണ്ട് ജുലാനിയുടെ കുടുംബത്തിന്. ജുലാനിയുടെ 7ാം ക്ലാസ്സിൽ സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലേക്ക് കുടുംബം വീണ്ടും താമസം മാറി. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ നടന്ന ആക്രമണമാണ് 19കാരനായ ജുലാനിയിലെ പോരാളിയെ തട്ടിയുണർത്തിയത്. 2003 അമേരിക്കയുടെ ഇറാഖ് അധിനിവേശ കാലത്ത് അവിടെ എത്തിയ ജുലാനി അൽ ഖ്വയ്ദയിൽ ചേർന്നു. 2006 അമേരിക്കൻ സേനയുടെ പിടിയിലായ ജുലാനി 5 വർഷം ജയിലിലായി. സിറിയയിൽ അൽ ഖ്വയ്ദക്ക് ഇടം കണ്ടെത്താനുള്ള ചുമതലയുമായാണ് 2011 അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഐസിസ് തലവനായ അബൂബക്കർ അൽ ബഗ്ദാദിയുമായി സഹകരിച്ചായിരുന്നു പ്രവർത്തനം. ബഗ്ദാദിയുടെ നിർദ്ദേശപ്രകാരം സിറിയയിലെത്തിയ ജുലാനി ജബത്ത് അൽ നുസ്ര എന്ന പേരിൽ അൽ ഖ്വയ്ദയുടെ ഒരു ഘടകം രൂപീകരിക്കുന്നു. 2011 മാർച്ചിൽ സിറിയയിൽ ബഷാറുൽ അസദിനെതിരെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ജുലാനി സിറിയയിലെത്തി ഈ സംഘം രൂപീകരിച്ചത്. സിറിയയിൽ അസദിനെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ ബഗ്ദാദി ജുലാനിയുടെ സംഘടനയ്ക്ക് ആളും അർത്ഥവും നൽകി. സിറിയയിലെ പ്രധാന നഗരമായ ഇദ്ലിബ് പിടിക്കാനാകും വിധം ജുലാനിയും കൂട്ടരും വളർന്നു. എന്നാൽ 2013 ബഗ്ദാദിയുമായി ജുലാനി വേർപിരിഞ്ഞു. അൽ ഖ്വയ്ദയുടെ ഐമൻ അൽ സവാഹിരിയുമായി ചേർന്നായിരുന്നു പിന്നീടുള്ള പ്രവർത്തനം. 2016 ജബത്ത് അൽ നുസ്രയെ ജബത്ത് ഫത്തേഹ് അൽ ഷാം എന്ന് പുനർനാമകരണം ചെയ്തു. സാധാരണ വിമത പോരാളികൾ മറക്ക് പിന്നിലാണ് നിൽക്കാറെങ്കിൽ ജുലാനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും ടെലിവിഷൻ ഇന്റർവ്യൂകളിലടക്കം പങ്കെടുത്തു. മുഖംമൂടി അണിഞ്ഞായിരുന്നു ആദ്യകാലത്തെ രംഗപ്രവേശമെങ്കിൽ 2016 ആദ്യമായി മുഖംമൂടി നീക്കി ജുലാനി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നുവെന്നും അൽ നുസ്ര പിരിച്ചുവിടുന്നുവെന്നും പ്രഖ്യാപിച്ചായിരുന്നു ഇത്. ഫതഹ് അൽ ഷാം സിറിയ കോൺക്വസ്റ്റ് ഫ്രണ്ട് എന്നു തന്റെ സംഘടനയെ പേര് മാറ്റുന്നതായും അദ്ദേഹം പ്രഖ്യാപിച്ചു. സൈനിക യൂണിഫോമിൽ തലപ്പാവ് ധരിച്ചായിരുന്നു ജുലാനിയുടെ അരങ്ങേറ്റം. വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ പുതിയ മുന്നേറ്റം തുടങ്ങിയ ജുലാനിയും കൂട്ടരും സംഘടനയുടെ പേര് വീണ്ടും മാറ്റി. 2017 വിവിധ വിഭാഗങ്ങളുമായി ചേർന്ന് സിറിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സംഘടന എന്നർത്ഥം വരുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാം HTS രൂപീകരിച്ചു. പുതിയ സംഘടനയ്ക്ക് അൽ ഖ്വയ്ദയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. 2018 അമേരിക്ക HTSനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയും ജുലാനിയുടെ തലക്ക് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ജുലാനിയുടെ പ്രവർത്തനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. തന്റെ ലക്ഷ്യങ്ങൾ സിറിയയിൽ ഒതുങ്ങുന്നുവെന്നും അൽ ഖ്വയ്ദയുടെയും ഐസിസിന്റെയും ലക്ഷ്യങ്ങളല്ല തന്റേതെന്നും വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അസദിനെതിരായ പോരാട്ടത്തിൽ വിഘടിച്ചു നിന്നിരുന്ന വിഭാഗങ്ങളെ ഏറെക്കുറെ HTSൽ ഏകീകരിക്കാൻ അദ്ദേഹത്തിനായി. പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പ് ശക്തമായപ്പോൾ 2021 ജുലാനി വീണ്ടും തന്റെ നിലപാടറിയിക്കാൻ US ചാനലിന് മുന്നിലെത്തി. പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഒരു കാലത്തും തങ്ങൾ ഭീഷണിയല്ലെന്നും സിറിയയുടെ മോചനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അമേരിക്കൻ മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പടിഞ്ഞാറൻ ആശയങ്ങളെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് യുദ്ധത്തിന്റെ ഭാഷയില്ല എന്നുകൂടി പറഞ്ഞ് ജുലാനി പാശ്ചാത്യർ തനിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പാക്കി. പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിനെയും US-നെയും അസ്വസ്ഥരാക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ജുലാനിയുടെ ഓരോ നീക്കവും ഉണ്ടായത്. സിറിയയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഇദ്ലിബിനെ ഇതിനകം തന്നെ ജുലാനി സ്വന്തം രാജ്യമാക്കി മാറ്റിയിരുന്നു. സിറിയൻ ഏകാധിപതി ബഷാറുൽ അസദിനെ താഴെയിറക്കാൻ അവസരം പാർത്തിരുന്ന ജുലാനിയും കൂട്ടരും നവംബർ അവസാനത്തോടെ അപ്രതീക്ഷിത ആക്രമണം നടത്തി സിറിയൻ തലസ്ഥാനമായ ദമസ്കസ് ഉൾപ്പെടെ രാജ്യത്തെ ഏറെക്കുറെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി. വെറും 11 ദിവസം കൊണ്ടായിരുന്നു ഈ മുന്നേറ്റം. അസദിനൊപ്പം അവരെ സഹായിച്ചിരുന്ന റഷ്യക്കും ഇറാനും ജുലാനിയുടെ മുന്നേറ്റം വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. എന്നാൽ പിന്നാലെ ഇസ്രായേൽ കൂടുതൽ കരുത്തോടെ സിറിയൻ പ്രദേശങ്ങൾ ആക്രമിക്കാൻ തുടങ്ങിയെങ്കിലും ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ ഒരാഴ്ചയിലേറെ ജുലാനി മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിക്കുകയായിരുന്നു. തന്റെ രാജ്യത്തെ പ്രധാന ആയുധ ശേഖരങ്ങളെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞ ശേഷം മാത്രം വാതുറന്ന ജുലാനി അപ്പോഴും കടുത്ത ഭാഷ പ്രയോഗിക്കാതെ അമേരിക്കയുമായും ഇസ്രായേലുമായും ഒരു പിണക്കത്തിനില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതേസമയം കുർദിഷ് സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരായ തന്റെയും കൂട്ടരുടെയും ശക്തമായ നിലപാട് ആവർത്തിക്കാനും ജുലാനി മറന്നതുമില്ല. ഇക്കാര്യങ്ങളെല്ലാം ജുലാനിയിലെ പോരാളി എവിടെയോ പണയം വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ഏതായാലും ഇവർ അധിനിവേശ ഭീകരരുടെ കളിപ്പാവയാകരുതേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. waytonikah.com, the exclusive Muslim matrimonial site.